ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലത്തെ നാളത്തെ എക്സാമായ അറബിക് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. നക്തുബുൽ ജുമൂൾ കമാ ഫിൽ മസാലി. ബഹുവചനവും ഏകവചനവും അതായത് സിംഗുലറും പ്ലൂറലും നോക്കി വാക്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? അലത്താവിലെത്തി കിതാബുൻ. എന്താണ് മീനിങ് വരുന്നത്? മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. അതിനടിയിൽ താവിലെത്തി കുത്തുബുൻ. മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാല് പുസ്തകം, കുത്തുബ് എന്ന് പറഞ്ഞാല് പുസ്തകങ്ങൾ. അടുത്തത് അലൽ ഓർഷി സഹ്റുൻ. ചെടിയിൽ പൂക്കളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൂവുണ്ട് എന്ന് എങ്ങനെ പറയാം? അപ്പൊ ചെടിയിൽ ഒരു പൂവുണ്ട് എന്ന് അലൽ ഓർഷിൽ അസ്ഹാർ എന്നാണ് പറയുക. ഇനി അടുത്തത് അല ഷജറത്തി ത്വാഇറുൻ. മരത്തിൽ ഒരു കിളിയുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കിളികൾ ഉണ്ട് എന്ന് എങ്ങനെ പറയാം? അല ഷജറത്തി തുയൂറുൻ. മരത്തില് കിളികളുണ്ട്, പക്ഷികളുണ്ട്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉമാമൽ മദ്രസത്തി നബാത്തുൻ. സ്കൂളിന്റെ മുന്നിൽ ഒരു ചെടിയുണ്ട്. ഇനി ചെടികൾ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഉമാമൽ മദ്രസത്തി നബാത്താത്തുൻ. സ്കൂളിന്റെ മുന്നിൽ ചെടികളുണ്ട്. ഇതേപോലെ താഴെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു വീടാണത്. അപ്പൊ സ്കൂളിന്റെ മുന്നിൽ ഒരു വീടുണ്ട് എന്ന് നമ്മൾ എഴുതണം. മറ്റേ അതിന്റെ അടിയിൽ സ്കൂളിന്റെ മുന്നിൽ വീടുകളുണ്ട് എന്ന് എഴുതണം. അതിനുശേഷം നമ്മളോട് സ്വന്തമായിട്ട് 2 സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഉമാമൽ മദ്രസത്തി ബൈത്തുൻ. വീട്, സ്കൂളിന്റെ മുന്നിൽ ഒരു വീടുണ്ട്. ഉമാമൽ മദ്രസത്തി ബുയൂത്തുൻ. സ്കൂളിന്റെ മുന്നിൽ വീടുകളുണ്ട്. ഇനി സ്വന്തമായിട്ട് ഒരു സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? ഉമാമൽ മദ്രസത്തി ഷജറത്തുൻ. സ്കൂളിന്റെ മുന്നിൽ ഒരു മരമുണ്ട്. ഇനി സ്കൂളിന്റെ മുന്നിൽ മരങ്ങളുണ്ട് എന്നാണ് എഴുതേണ്ടത്. ഉമാമൽ മദ്രസത്തി അഷ്ജാറുൻ. മരങ്ങളുണ്ട്. ഇനി താഴെ ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, ഒരു കവിത തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? വാദി ജമീലുൻ. മനോഹരമായ താഴ്വര. ഫീഹി സലാമുൻ. അതിൽ സമാധാനമുണ്ട്. ബൈത്തുൻ സഗീറുൻ. ചെറിയ വീട്. ഫീഹി ബുനിയാനുൻ. അതിൽ കെട്ടിടങ്ങളുണ്ട്. ബുനിയാനുൻ നളീഫുൻ. വൃത്തിയുള്ള കെട്ടിടം. ബിനാഉൻ നഖിയുൻ. ശുദ്ധമായ നിർമ്മാണം. ഉർസുൻ ബഹീജുൻ. സന്തോഷകരമായ വിവാഹം. ബിവറക്കിൻ കസീറിൻ. ധാരാളം ഇലകളോടെ. സഹ്റുൻ ജമീലുൻ. മനോഹരമായ പൂവ്. ബിലൗനിൻ ബദീറിൻ. മനോഹരമായ നിറത്തിൽ. ബിലഹ്നിൻ ഹഫീഫിൻ. ലളിതമായ ഈണത്തിൽ. ജദൗലുൻ യുഅനി. അരുവി പാടുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ താഴെ ബുയൂത്തുൻ. വീടുകൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വീടിന് എന്താണ് പറയുക? ആബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ എന്നാണ്. കിണറിന് എന്താണ് പറയുക? ഇനി അടുത്ത് ഇവിടെ തന്നിട്ടുള്ളത് അസ്ഹാർ. പൂക്കളാണ്. പൂവിന് എന്താണ് പറയുക? സഹ്റുൻ. അടുത്തത് ജദാവിൽ. അരുവികളാണ്. അരുവിക്ക് എന്താണ് പറയുക? ജദ്വലുൻ. അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് ഐറാസ് ആണ്. വിവാഹങ്ങൾ. വിവാഹത്തിന് ഉറുസ് എന്നാണ് പറയുക. അടുത്ത് ഇവിടെ തന്നിട്ടുള്ളത് ഔറാഖാണ്. ഇലകൾ. ഇലയ്ക്ക് എന്താണ് പറയുക? വറക്കുൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നഹ്താറു മിനൽ മൻലൂമി സതറൻ ഫീഹി കലിമത്തു സലാമിൻ. കവിതയിൽ നിന്ന് സമാധാനം എന്ന വാക്കുള്ള ഒരു വരി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ വരിയിലുണ്ട്. ഇനി 2ാമത് ചോദിച്ചിട്ടുള്ളത് നഹ്താറു മിനൽ മൻലൂമി സതറൻ ഫീഹി കലിമത്തു ഹഫീഫിൻ. കവിതയിൽ നിന്ന് ലളിതമായ എന്ന വാക്കുള്ള ഒരു വരി തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ നമുക്ക് 2ാമത്തെ വരിയിൽ കാണാം ഹഫീഫിൻ. ലളിതമായ എന്ന വേർഡ് വരുന്നുണ്ടല്ലേ. സോ നമുക്ക് 2ാമത്തെ വരി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി അടുത്ത 2ാമത്തെ പ്രവൃത്തി എന്താണ് പറയുന്നത്? ഇനി അടുത്ത ചോദ്യം നുക്മിലിൽ ജുമല ബിൽ മുഫറദാത്തി. പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ പൂർത്തിയാക്കുക. ഇവിടെ നടുവിൽ എന്താണ് തന്നിട്ടുള്ളത്? ഹാഫിൽ അല നിലാഫത്തിൽ ബി അത്തി. പരിസ്ഥിതിയുടെ ശുചിത്വം സംരക്ഷിക്കുക. ബി എത്തി പരിസ്ഥിതി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് എന്തൊക്കെ എഴുതി കൊടുക്കാം? നെഹ്റുൻ കുളം, ജദ്വല് അരുവി, അതേപോലെ ബിർക്കത്ത് കുളം, ബൈത്ത് വീട്. ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം ഹാഫിലുൻ അല നലാഫത്തിൽ ബി എത്തി പരിസ്ഥിതിയുടെ ശുചിത്വം സംരക്ഷിക്കുക. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ സെന്റൻസുകളും മറ്റെല്ലാ വാക്കുകളും ഉപയോഗിച്ചിട്ട് സെന്റൻസ് എഴുതാനാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? ഹാഫിലുൻ വല നലാഫത്തിൽ ബി എത്തി. അതേപോലെ ഹാഫിലുൻ വല നലാഫത്തിൽ ബിർക്കത്തുൻ കുളത്തിന്റെ ശുചിത്വം പാലിക്കുക, സംരക്ഷിക്കുക. അതേപോലെ ഹാഫിലുൻ വല നലാഫത്തിൽ ബൈത്തി. വീടിന്റെ ശുചിത്വം സംരക്ഷിക്കുക. ഹാഫിലു വല നലാഫത്തിൽ ജദ്വലു. അരുവിയുടെ ശുചിത്വം സംരക്ഷിക്കുക. ഇനി ഏത് എഴുതി കൊടുക്കാം? നമുക്ക്
ഹാഫിലുൻ അലാ നളാഫത്തി നെഹ്റുൻ. പുഴയുടെ ശുചിത്വം സംരക്ഷിക്കുക. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ഹാദ ഹാദിഹി എന്ന് തന്നിട്ടുണ്ട്. താഴെ കുറച്ച് ചിത്രങ്ങളും തന്നിട്ടുണ്ട്. അവ മാച്ച് ചെയ്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതേപോലെ ചിത്രവും വാക്കുകളും തമ്മിൽ ചേർത്ത് വരച്ചു കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്കൂൾ ഉണ്ട്. സ്കൂളിന് എന്താണ്, ഇതൊരു സ്കൂളാണെന്ന് എങ്ങനെ പറയാം? ഹാദിഹി മദ്രസ, ഇതൊരു സ്കൂളാണ്. അതേപോലെ കിണറുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? ഇതൊരു കിണറാണെന്ന് എങ്ങനെയാണ് പറയുക? ഹാദ ബിഇറുൻ. ഇനി അടുത്തത് മരമാണ്. ഇതൊരു മരമാണെന്ന് എങ്ങനെ പറയാം? ഹാദിഹി ഷജറത്തുൻ, ഇതൊരു മരമാണ്. ഇനി അടുത്തത് മുയലാണ്. മുയലിനെ എങ്ങനെയാണ് പറയുക? ഹാദ അർനബുൻ, ഇതൊരു മുയലാണ്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഹാദ ബുസ്താനുൻ ജമീലുൻ, ഇത് മനോഹരമായൊരു പൂന്തോട്ടമാണ്. ഇനി അടിയിൽ മദ്രസത്തുൻ ജമീലുൻ തന്നിട്ടുണ്ട്. ഇതൊരു മനോഹരമായ സ്കൂളാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാം? ഹാദിഹി മദ്രസത്തുൻ ജമീലുൻ, ഇത് മനോഹരമായൊരു സ്കൂളാണ്. ഇനി അടുത്തത് നളീഫുൻ തന്നിട്ടുണ്ട്. നളീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയുള്ള. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് വൃത്തിയുള്ള ഒരു കിണറാണെന്ന് എഴുതി കൊടുക്കാം. ഹാദാ ബിഇറുൻ നളീഫുൻ. ഇനി അടുത്തത് മരത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, ഇത് വലിയൊരു മരമാണ്. ഇനി അർനബ്, മുയലിനെ പറ്റി നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഹാദാ അർനബുൻ സഗീറുൻ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നഖ്റഉൽ ഫിക്റത വനുക്മിലുൽ ഹിവാർ. താഴെ തന്നിട്ടുള്ള ആ ഒരു പാസേജ് വായിച്ചിട്ട് സംഭാഷണം ഹിവാറ പൂർത്തിയാക്കാനാണ്. റസമ അസ്ദിഖാഉ മജ്മുഅത്തി വാട്സ്ആപ്പ് അലാ തൻളീഫി ഫിനാഇൽ മദ്രസത്തി. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കള് മദ്രസയിലെ മുറ്റം വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഖറജ ഫാസിലുൻ ഇലൽ മദ്രസത്തി ഫലഖിയ സദീഖഹു ബാബു ഫിത്വരീഖി. ഫാസിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അവൻ തന്റെ സുഹൃത്തായ ബാബുവിനെ കണ്ടുമുട്ടി. ഫജറ ബൈനഹുമാ ഹിവാർ. അവർ രണ്ടുപേരും തമ്മിൽ ഒരു സംഭാഷണം നടന്നു. അതായത് സുഹൃത്തുക്കൾ സ്കൂളിന്റെ മുറ്റം വൃത്തിയാക്കാൻ തീരുമാനിക്കുന്നു. ഫാസിൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ബാബുവിനെ കണ്ടുമുട്ടുന്നു. തുടർന്ന് അവർ തമ്മിലുണ്ടായ സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കോൺവെർസേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഫസ്റ്റ് ബാബു സുബാഹൽ ഖൈർ, അതിനുശേഷം ഫാസിൽ സുബാഹന്നൂർ പറയുന്നു. ബാബു ഇല ഐന, എങ്ങോട്ടാണ് പോകുന്നത്? ഫാസിൽ ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ബാബു ലിതൻളീഫി ബിഇറിൽ മദ്രസത്തി, സ്കൂളിൽ കിണർ വൃത്തിയാക്കാൻ പോവാണ്. ബാബു ഹാദാ അമലുൻ മിസാലിയുൻ, ഇത് മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. ഫാസിലുൻ ശുക്രൻ, നന്ദി. അപ്പൊ ബാബു ആഫുവൻ. ഇങ്ങനെ ഈ ഒരു സംഭാഷണം നമുക്ക് എഴുതിയെടുക്കാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.